ചില സമയത്ത് ദൈവം മനുഷ്യരുടെ രൂപത്തിൽ അവതരിക്കും എന്ന് കേട്ടിട്ടില്ലേ? ആ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. അങ്ങനെയൊരു സംഭവമാണ് വെണ്ടാറിൽ നടന്നത്. ജീവൻ അവസാനിച്ചെന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൈ പോലെ വന്നു ചേരുന്ന ചില മനുഷ്യരുണ്ട്. പുതിയ ജീവിതത്തിലേക്കായിരിക്കും അവർ കൈ പിടിച്ചുയർത്തുന്നത്. അത്തരത്തിൽ സിനിമകളെപ്പോലും വെല്ലുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം വെണ്ടാറിൽ നടന്നത്. ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണ വയോധികയെ അതിസാഹസികമായാണ് SI ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയത്. വെണ്ടാർ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം കിഴക്കതിൽ വീട്ടിൽ 74 വയസ്സുള്ള രാധമ്മയെയാണ് പുത്തൂർ SI TJ ജയേഷ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. രാധമ്മ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് വീട്ടുമുറ്റത്തോട് ചേർന്ന കിണറ്റിൽ വീണത്. 10:11 ഇക്കാര്യം SI അറിയുന്നത്. 10:18 സംഭവസ്ഥലത്തെത്തിയ അദ്ദേഹം 10:55 രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി രാധമ്മയുമായി കരയ്ക്കെത്തി. 30 അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ പകുതിയിലധികം ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. കുഴൽക്കിണർ ഉള്ളതിനാൽ അപകടം നടന്ന കിണർ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല. കാടുമൂടി കിടന്നതിനു പുറമെ പല ഭാഗത്തും തൊടി ഇടിഞ്ഞു വീഴുന്ന നിലയിലുമായിരുന്നു. ഏറെ പ്രയാസപ്പെട്ട് താഴെയെത്തിയ TJ ജയേഷ് അബോധാവസ്ഥയിലായിരുന്ന രാധമ്മയെ കയ്യിലെടുത്ത് ഉയർത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ ഇട്ടു നൽകിയ കയറിൽ രാധമ്മയെ കെട്ടി കസേരയിറക്കി അതിൽ ഇരുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഏണിയിറക്കി അതിൽ നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ നടന്നില്ല. ഓക്സിജൻ്റെ ലഭ്യതക്കുറവ് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ SIയുടെ ആവശ്യപ്രകാരം മുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളമൊഴിച്ചു നൽകി. അരമണിക്കൂറോളമായപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി. ഓക്സിജൻ്റെ കുറവും തൊടിയുടെ തകർച്ചയും മൂലം എല്ലാവർക്കും താഴേക്കിറങ്ങാൻ പറ്റുമായിരുന്നില്ല. തുടർന്ന് വലയിട്ടു നൽകി രാധമ്മയെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പുറത്തെത്തിക്കുകയായിരുന്നു. ഉടൻ അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. SI OP മധു, SPO യോഹന്നാൻ, അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ പ്രിസൻ പിള്ള, CB വർഗീസ്, നിയാസുദ്ദീൻ, പ്രജോഷ്, സൂരജ്, രാജു, ഷാജി എന്നിവരും രക്ഷാപ്രവർത്തനത്തിനെത്തി. രാധമ്മ അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. SIയുടെ രക്ഷാപ്രവർത്തനത്തിനു കരുത്തായത് അഗ്നിരക്ഷാസേനയിലെ ജോലി തന്നെ ആയിരിക്കും. 11 വർഷം സേനയിൽ ജോലി നോക്കിയ ശേഷമാണ് പോലീസിലെത്തിയത്. 2019 മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു. കിണറ്റിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിന് മാത്രം 30 ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. എഴുകോൺ ഇരുമ്പനാട് ശ്രേയസിൽ ദിവ്യയാണ് ഭാര്യ. അർജുൻ, ആരാധ്യ എന്നിവർ മക്കളും. ദൈവത്തിൻ്റെ കയ്യിൽ രാധമ്മയ്ക്ക് പുനർജന്മം. വയോധികയെ രക്ഷപ്പെടുത്തിയ ആക്ഷൻ ഹീറോ ജയേഷിന് നാട്ടുകാരുടെ ബിഗ് സല്യൂട്ട്.